ജോണി അച്ചായനെ എയറിലാക്കാൻ വേണ്ടി നോക്കിയിട്ട് ഇപ്പോൾ എയറിലായ ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ്. ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകളും വീഡിയോസുമാണ് സീക്രട്ട് ഏജന്റിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയിൽ പറഞ്ഞ ക്യാൻസർ രോഗിയായ ചേച്ചി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സീക്രട്ട് ഏജന്റ് തന്റെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ആ പുള്ളിക്കാരിക്ക് അങ്ങനെയൊരു അസുഖമൊന്നുമില്ല, അതെല്ലാം ഒരു ഫേക്കാണ്, അച്ചായന്റെ പുതിയ അടവാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോയിൽ അച്ചായൻ സഹായിച്ചതും ആ ചേച്ചിയുടെ അസുഖത്തിനെ കുറിച്ചുമെല്ലാം ആ ചേച്ചി തന്നെ വന്ന് തെളിവ് സഹിതം പറയുന്നുണ്ട്. കൂടാതെ സീക്രട്ട് ഏജന്റിനെതിരെ പരാതിയും നൽകിയിരിക്കുകയാണ്. ആദ്യം സീക്രട്ട് ഏജന്റ് എന്താണ് പറഞ്ഞത് എന്നുള്ള വാക്കുകൾ ആദ്യം കേൾക്കാം, അതിനുശേഷം ആ ചേച്ചിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം. ചേച്ചി റോഡ് സൈഡിൽ നിന്ന് ബിരിയാണിയോ ചോറോ എന്തോ വിൽക്കുന്ന ഒരു ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ അടുത്ത് പോകുന്നു. ഓക്കെ, വീട്ടിലെ ഊണ് വിൽക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് പോകുന്നു. ആ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇടുന്നു. 18 ജൂലൈ 2025 ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എനിക്കിന്നൊരു വ്യക്തി ഈ വീഡിയോ അയച്ചു തന്നിട്ട് പറയുന്നു, ഈ ചേച്ചി എനിക്കറിയാം, ഇവർ പറയുന്നത് എല്ലാം കള്ളമാണ്, ഇവർക്ക് ക്യാൻസർ എന്ന ഒരു അസുഖം ഇല്ല. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കള്ളത്തരമാണ്. കാരണം അവരതിനകത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഹസ്ബൻഡ് ക്യാൻസർ മൂലം 9 മാസത്തോളം കിടന്നാണ് മരിച്ചെന്ന് പറയുന്നു. ഹസ്ബൻഡിന് ക്യാൻസർ ഒന്നും ഇല്ലായിരുന്നു. അവർ ജസ്റ്റ് ഒരു രാവിലെ നിന്ന് ശ്വാസം മുട്ടലങ്ങാണ്ട് വന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അറ്റാക്ക് വന്നങ്ങാണ്ട് മരിക്കുകയായിരുന്നു. രാവിലെ കൊണ്ട് ഉച്ചയ്ക്ക് മുന്നേ മരിച്ചു. ആ ഒരു ഗ്യാപ്പുള്ളൂ, അല്ലാതെ ക്യാൻസർ വന്ന് കിടന്നിട്ടൊന്നുമില്ല. ആ പറഞ്ഞിരിക്കുന്ന മൊത്തം കള്ളത്തരമാണ്. അത് അച്ചായൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം, അച്ചായൻ്റെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അച്ചായൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. ആൻഡ് അച്ചായൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ആ വീട്ടിലെ അവസ്ഥ. ഇതായിരുന്നു സീക്രട്ട് ഏജന്റ് വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെ തക്കതായി പ്രതികരിച്ചുകൊണ്ടായിരുന്നു ആ ചേച്ചി മുന്നോട്ട് വന്നിരിക്കുന്നത്. ചേച്ചിക്ക് പറയുവാനുള്ളത് എന്താണെന്ന് നോക്കാം. അതുപോലെ ആ ഓഡിയോക്ക് പിന്നിലുള്ള രഹസ്യവും പുറത്തു പറയുന്നുണ്ട്. ഞാനും എൻ്റെ ഭർത്താവും 3 കുഞ്ഞുങ്ങളും അടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. പക്ഷേ എൻ്റെ ഭർത്താവിന് സുഖമില്ലായിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസറിൻ്റെ അസുഖം തന്നെ ആയിരുന്നു. പക്ഷേ അതെനിക്ക് അറിയാൻ വൈകിയത് എൻ്റെ ഇളയ മോനെ 2 വയസ്സിൽ തുടങ്ങിയതായിരുന്നു. അവനെയും കൊണ്ട് ESAയിലും ഒക്കെ ഞങ്ങൾ ഓടി ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഹസ്ബൻഡിനും അതാണെന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പുള്ളി ഞങ്ങളോട് പറഞ്ഞില്ല. ഞാൻ തന്നെ മരിക്കുന്നതിന് മുന്നെയാണ് ഒരു ദിവസം മുന്നേ അറിഞ്ഞ് ഈ അസുഖമാണെന്നുള്ളത്. അപ്പോഴത്തേക്കും വൈകിപ്പോയി. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാലും കൈയും പിടിച്ചെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തിയതിന്. എൻ്റെ കുഞ്ഞിന് ഈ അസുഖമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ചേട്ടൻ ഞങ്ങളോട് അത് പറയാതിരുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിഷമിക്കുമല്ലോ, വേറെ മാർഗ്ഗമൊന്നുമില്ല. അങ്ങനെ 7 വർഷം മുന്നേ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് എനിക്ക് വയ്യാതെ വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് എനിക്കും ക്യാൻസറിൻ്റെ ആണെന്ന് അറിയുന്നത്. അതാദ്യം എനിക്ക് മലദ്വാരത്തിനകത്തായിരുന്നു വന്നത്. നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ ഒക്കത്തില്ല, എനിക്ക് ഇന്നത്തെ അസുഖമൊന്നും കാണിക്കാൻ ഒക്കത്തില്ല. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ പത്രത്തിൽ ഞങ്ങൾ കൊടുത്തിട്ട് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് ഞങ്ങളുടെ കടങ്ങൾ വീട്ടിൽ തന്ന് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടത് അതെല്ലാം ചെയ്തു തന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഈ മരുന്നിനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വാടകയും കൊടുത്ത് ചിലവും ചെയ്യാനുള്ള കഴിവില്ല. കുഞ്ഞുങ്ങൾ അതുങ്ങൾക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം തീരെ നിവർത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് മഴ പെയ്ത് മുഴുവൻ ചോർന്നൊലിച്ച് നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ ചാരിറ്റി ചെയ്യുന്ന അച്ചായൻസ് ഗോൾഡിൻ്റെ ഇത് ഞാൻ മൊബൈലിനകത്ത് കണ്ടത്. ഞാൻ അങ്ങനെയാണ് അച്ചായനെ ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിച്ച്. അത് കഴിഞ്ഞപ്പോഴാണ് അച്ചായൻ ഞങ്ങളെ വിളിക്കുന്നത്, വീട്ടിൽ വരുന്നത്. അച്ചായൻ വീട്ടിൽ വരുന്ന ദിവസം ഞാൻ പൊതിച്ചോറും കൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് വയ്യെങ്കിലും ഒരു നേരത്തെ മരുന്നിനും ഒരു ആഹാരം കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പൊതിച്ചോറ് വിൽക്കുമായിരുന്നു. അന്ന് അച്ചായൻ വന്ന് കണ്ടു. ഞങ്ങൾക്ക് വേണമെന്ന് സഹായം, എനിക്ക് ഓപ്പറേഷനുള്ള പൈസയും അന്നേരത്തെ ഞങ്ങൾക്ക് ചിലവിൻ്റെ കാര്യങ്ങളെല്ലാം ആ മനുഷ്യൻ ചെയ്തു. അന്ന് ഞാൻ അച്ചായനോട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് 2 ഓപ്പറേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ഓപ്പറേഷൻ അച്ചായൻ പൈസ തന്നതിന് ശേഷമാണ് ഇപ്പോഴും ചുറ്റിനും കടവുണ്ട്. കടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഒരിടത്തുനിന്ന് മേടിക്കും, അത് പിന്നെ അങ്ങോട്ട് കാര്യം തിരിച്ചു കൊടുക്കാൻ എനിക്ക് വരുമാനമില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് പറയുന്നത് എൻ്റെ ഒരു ബന്ധുവാണ് ഇത് പറഞ്ഞെന്നാണ് പറയുന്നത്. ഈ ബന്ധു എന്ന് പറയുന്നത് എൻ്റെ അമ്മാവൻ്റെ മകൻ തന്നെയാണ്. അവൻ ഈ വീഡിയോ അച്ചായൻ വന്ന് എടുത്തുകൊണ്ട് പോയതിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ ചാനലിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഞങ്ങളെ വിളിച്ചിട്ട് ഒരുപാട് അനാവശ്യം പറഞ്ഞു. നിങ്ങൾ എന്തോ കാര്യത്തിനാണ് നിങ്ങളങ്ങനെ ചെയ്തത്, നിങ്ങൾക്ക് നാണമുണ്ടോ, നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാനാണോ എന്നൊക്കെ. ഞങ്ങളുടെ കാര്യം ഒരു നേരമെങ്കിലും ഇവരാരെങ്കിലും തിരക്കിയിട്ട് പറയുമായിരുന്നെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. ഇവൻ ഈ പറയുന്നവൻ ഞങ്ങൾ എവിടെ താമസിക്കുന്നതെന്ന് പോലും അവൻ അറിയത്തില്ല, ഒറ്റ മനുഷ്യർക്ക് അറിയത്തില്ല. ഇപ്പം ഈ വീഡിയോ കണ്ടവരെല്ലാം ഞങ്ങൾ കള്ളം പറഞ്ഞാന്നല്ലേ പറയത്തുള്ളൂ. ഞങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഞങ്ങളുടെ ചിലവ് കഴിയാനും വാടക കൊടുക്കാനും ഒക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ ഇവൻ കാരണം മുടങ്ങിയില്ല. ഇവനോട് ഞങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തത്, എന്ത് ദ്രോഹം ചെയ്തിട്ട് ഇവരിങ്ങനെ കാണിക്കുന്നത്. ഇവരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല. കാര്യം ഞാൻ ഇവിടെ ഇറങ്ങി വന്നതാ, എന്നെ സ്നേഹിച്ച് എന്നെ കൊണ്ടുവന്നതാ. അന്ന് തൊട്ട് ഇവരുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല. ഞാൻ എവിടെയാണെന്നോ ഞങ്ങൾക്ക് എന്തോ അസുഖമെന്നോ ഞങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ ഇതൊന്നും ഇവൻ അറിയത്തില്ല. ഈ അസുഖം കള്ളം പറഞ്ഞിട്ട് നമുക്ക് എന്ത് നേട്ടം? ഇപ്പം ഞങ്ങൾക്ക് തരാൻ ആരെങ്കിലും മുന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വാതിൽ അടയ്ക്കാൻ അവർക്ക് കഴിയും. പക്ഷേ ഒരു നേരത്തെ ആഹാരമെങ്കിലും എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തരാനോ അല്ലെങ്കിൽ ഒരു നേരത്തെ വാടക കൊടുക്കാനോ ഇവരാരെങ്കിലും മുന്നിട്ട് വന്നിട്ടുണ്ടോ? ഒരു നേരം. അന്നൊക്കെ ഈ അച്ചായനെ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് വരാനും അത്രയും സഹായങ്ങൾ ചെയ്യാനും. ഈ യൂട്യൂബർ പറയുന്നത് അച്ചായൻ വന്ന് ആ വീഡിയോ ചെയ്തതിന് ശേഷം ലക്ഷക്കണക്കിന് രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് പൈസ വന്നിട്ടുണ്ടായിരുന്നു. അത് ലക്ഷ
ലക്ഷങ്ങളൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ഞങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള പൈസ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെ ഈ യൂട്യൂബറെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു, അല്ലെ നിങ്ങളെക്കുറിച്ച് വന്നല്ലേ എങ്ങനെ ഇതിന്. ഇപ്പം ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്ത് വിചാരിക്കും, ഞങ്ങൾ ജനങ്ങളെ പറ്റിച്ചെന്നല്ലേ പറയത്തുള്ളൂ, അല്ലാതെ എന്തെങ്കിലും പറയുമോ? സത്യം പറഞ്ഞാൽ അച്ഛനൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കടുക്കുകയും ചെയ്തു. കാര്യം അതേ ഒരു അവസ്ഥയായിരുന്നു. അത് നിങ്ങൾക്ക് വെളിയിൽ നിൽക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അനുഭവിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് മനസ്സിലാകും. ആ മനുഷ്യൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്നിങ്ങനെ നിന്ന് പോകുന്നു. അല്ലാതെ എന്തിനാ ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ഈ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നത്? ആർക്കെങ്കിലും 10 പൈസ ഇങ്ങനെ കിട്ടുന്നവർക്കുണ്ടെങ്കിലേ കൊടുത്തോട്ടെ, എന്തിനാ അത് മുടക്കം ചെയ്യാൻ നടക്കുന്നത്? ഞങ്ങളെല്ലാം ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ദൈവമേ അച്ഛൻ ആപത്തൊന്നും വരത്തില്ലേ എന്ന് മാത്രമേ എന്നും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്നും പ്രാർത്ഥിക്കുന്നുള്ളൂ. ഈ യൂട്യൂബർ എന്ന് പറയുന്ന ആൾ ആരാന്നോ എന്താണോ ആ മനുഷ്യൻ്റെ പേര് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെയുള്ള ഇതൊന്നും ഞാൻ കാണാറില്ല. ഇതിപ്പോൾ ഇന്നലെ ഇങ്ങനെ എൻ്റെ ഒരു ഇതിങ്ങനെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ നോക്കി, ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കി. അത് എനിക്ക് എടുക്കാൻ അറിയാൻ വേണ്ടി പിള്ളേരെ എനിക്ക് എടുത്തു തന്നെ, അമ്മ ഇത് നോക്കുന്നു പറഞ്ഞു. ഈ മനുഷ്യനെ എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങേരുമായിട്ട് യാതൊരു പരിചയമില്ല, ഞാൻ ഏത് നാട്ടിലാന്ന് പോലും അങ്ങേർക്ക് അറിയത്തില്ല. പിന്നെ എന്തിനാ അങ്ങേര്, അല്ലെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാം, അല്ലെ ഇതെങ്ങനെയാ എന്നാലേ ഇത്രയും പറഞ്ഞല്ലോ, ആ കൂട്ടത്തിൽ ഞങ്ങൾ ആരാ എന്താണെങ്കിലും ഒന്ന് ചോദിക്കരുതോ? ഇത് അതുപോലും ഇല്ലാതെ എന്തിനെങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമമായിട്ട് എന്തെങ്കിലും നിയമ നടപടി എടുത്തേ പറ്റത്തുള്ളൂ. കാര്യം ഞങ്ങളെപ്പോലുള്ളവർക്ക് നീതി വേണം. ഈ അച്ചായനെ പോലുള്ളവർ ഓരോരുത്തർക്കും ഇങ്ങനെ ചെയ്യുന്ന ആ മനുഷ്യൻ്റെ മനസ്സും കൂടെ ഇതായി പോവുകയാണ്. അപ്പോൾ എന്തും ആയിക്കോട്ടെ, അങ്ങനെ പാവങ്ങളെ സഹായിക്കുന്നില്ലേ? ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയ പോലെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടോണി അച്ചായൻ എന്തായാലും പാവങ്ങളെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ഒരു വീട് നിർമ്മിച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരുപാട് പേരാണ് പുള്ളിക്കാരനെ ഇപ്പോൾ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈഫ് മിഷന്റെ ഭാഗമായി പണിതീരാതെ കിടക്കുന്ന ഒരു വീടാണ് പുള്ളിക്കാരൻ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നിർമ്മിച്ച വീടാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എനിക്കും പറയുവാനുള്ളത്. കാരണം ഈ ലോകത്ത് ഒരുപാട് കോടീശ്വരന്മാരുണ്ടായിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് അച്ചായൻ തന്നെയല്ലേ? ഗവൺമെന്റിന്റെ പദ്ധതിയാണെങ്കിലും അവിടെ ആ വീടായിരിക്കുന്നത് അച്ചായൻ്റെ കാശുകൊണ്ടല്ലേ? അതുകൊണ്ട് തന്നെ അച്ചായൻ നിർമ്മിച്ചു നൽകിയ വീടാണെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റായി പറയുക.